തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങി എറണാകുളം ജില്ല. ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും ഒരുക്കങ്ങളും പൂർത്തിയായി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 11-നുമാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണലും നടക്കും. എറണാകുളം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിൽ 9-ന് വോട്ടെടുപ്പും 13-ന് വോട്ടെണ്ണലും നടക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നവംബർ 14-ന് പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക നവംബർ 21 വരെ സമർപ്പിക്കാം. നവംബർ 22-ന് പത്രികകളുടെ പരിശോധനയും നവംബർ 24 വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കലും നടത്താം. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നവംബർ 11-നാണ് വോട്ടെടുപ്പ്. ജില്ലയിലാകെ 3014 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമായിരിക്കുന്നത്. ഇതിൽ 2168 പോളിംഗ് സ്റ്റേഷനുകൾ ഗ്രാമപഞ്ചായത്തുകളിലും 492 എണ്ണം മുനിസിപ്പാലിറ്റികളിലും 354 എണ്ണം കോർപ്പറേഷനുകളിലുമാണ്. 4650 കൺട്രോൾ യൂണിറ്റുകളും 11660 ബാലറ്റ് യൂണിറ്റുകളും സജ്ജമാണ്. തിരഞ്ഞെടുപ്പ് പരിശീലനവുമായി ബന്ധപ്പെട്ട് ഭരണാധികാരി, ഉപഭരണാധികാരി, തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ, ബ്ലോക്ക് തല ട്രെയിനർമാർ എന്നിവർക്കുള്ള പരിശീലനവും പൂർത്തിയാക്കി. ജില്ലയിലാകെ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളത്. 82 ഗ്രാമപഞ്ചായത്തുകൾ, 13 മുനിസിപ്പാലിറ്റികൾ, 14 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഒരു ജില്ലാ പഞ്ചായത്ത്, ഒരു കോർപ്പറേഷൻ എന്നിവ ഉൾപ്പെടെ. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്